നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. യുഎഇയിൽ കോവിഡ് ബാധിച്ച് 5 പ്രവാസികൾ ഇതിനോടകം മരിച്ചതായി റിപ്പോർട്ട്. വിവിധ രാജ്യക്കാരായ 5 പ്രവാസികളുടെ വിവരം ഇതുവരെ അധികൃതർ പുറത്തുവിട്ടിട്ടുമില്ല. ഇതോടുകൂടി രാജ്യത്ത് ബുധനാഴ്ച 432 പേർക്ക് കൂടി പുതുതായി രോഗം സ്ഥിരീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. യുഎഇയിൽ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 5365 ഉയർന്നിരിക്കുകയാണ്. പുതുതായി 101 പേർക്ക് കൂടി രോഗം ഭേദമായതോടെ രോഗമുക്തരായവരുടെ ആകെ എണ്ണം 1034 ഉയർന്നു. 5 പേർ കൂടി മരിച്ചതോടെ രാജ്യത്ത് കോവിഡിൽ മരണസംഖ്യ 33 ആയിരിക്കുകയാണ്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായ പരിശോധനകൾ വ്യാപിപ്പിച്ചെന്നും 7,67,000 കോവിഡ് പരിശോധനകൾ നടത്തിയിട്ടുണ്ടെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിക്കുകയുണ്ടായി. അതേസമയം കോവിഡ് വ്യാപനം തടയുന്നതിന്റെ ഭാഗമായി യുഎഇയിൽ ദുബായ്, അബുദാബി, ഷാർജ എമിറേറ്റുകളിലെ തൊഴിലാളികൾക്ക് യാത്രാ നിയന്ത്രണവും ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഈ എമിറേറ്റുകളിലെ തൊഴിലാളികളെ മറ്റ് എമിറേറ്റുകളിലേക്ക് കൊണ്ടുപോകരുതെന്ന് നഗരസഭ പുറത്തിറക്കിയ സർക്കുലറിൽ വ്യക്തമാക്കുന്നു. ബുധനാഴ്ച മുതലാണ് നിയന്ത്രണം ആരംഭിച്ചത്. ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ കരാർ കമ്പനികൾക്കും നൽകിയിട്ടുമുണ്ട്. ഇത്തരം ഒരു സാഹചര്യം നിലനിൽക്കെ കടുത്ത പ്രതിസന്ധിയാണ് പ്രവാസികൾ നേരിടുന്നത്. നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നവരെ തിരിച്ചു കൊണ്ടുപോകുന്ന കാര്യത്തിൽ ഇന്ത്യയുടെ തീരുമാനം കാത്ത് പ്രതീക്ഷയോടെ യുഎഇ നിൽക്കുകയാണ്. തങ്ങളുടെ പൗരന്മാരെ ഷെഡ്യൂൾഡ് വിമാനത്തിൽ ശനിയാഴ്ച മുതൽ കൊണ്ടുപോകാൻ പാകിസ്ഥാൻ ഇതിനോടകം തന്നെ തീരുമാനിക്കുകയും ചെയ്തു. യുഎഇയുടെ ഈ മുന്നറിയിപ്പിനെ തുടർന്ന് 20ഓളം രാജ്യങ്ങളാണ് പൗരന്മാരെ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ലോക്ക്ഡൌൺ തീരാതെ നടപടി ഉണ്ടാകില്ലെന്ന സൂചനയാണ് ഇന്ത്യ നൽകുന്നത്. കോവിഡ് രോഗലക്ഷണമില്ലാത്ത സ്വമേധയാ മടങ്ങാൻ ആഗ്രഹിക്കുന്നവരെ മാത്രം കൊണ്ടുപോയാൽ മതിയെന്ന് യുഎഇ വ്യക്തമാക്കിയിട്ടും തുടർന്ന ഇന്ത്യയുടെ മൗനത്തിൽ യുഎഇ പോലും സംശയം ഉന്നയിക്കുകയാണ്. എമിറേറ്റ്സ്, ഇത്തിഹാദ്, ഫ്ലൈ ദുബായ് എന്നിവയ്ക്ക് പുറമെ ഷാർജ കേന്ദ്രമായ എയർ അറേബ്യയും മടങ്ങുന്ന ഇന്ത്യക്കാർക്കായി ഷെഡ്യൂൾഡ് വിമാന സർവീസ് നടത്താൻ ഒരുങ്ങി കാത്തു നിൽക്കുകയാണ്. മെയ് 3 വരെയാണ് ലോക്ക്ഡൌൺ നീട്ടിയിരിക്കുന്നത്. അന്താരാഷ്ട്ര വിമാന സർവീസുകൾ ഇന്ത്യ എന്ന് പുനരാരംഭിക്കുമെന്ന കാര്യം വ്യക്തമല്ല. പ്രവാസികളെ തിരിച്ചു കൊണ്ടുവരുന്ന കാര്യത്തിൽ സുപ്രീം കോടതി പരാമർശം മറയാക്കുന്നത് നീതീകരിക്കാനാവില്ലെന്നാണ് നിയമവിദഗ്ധർ വ്യക്തമാക്കുന്നത് തന്നെ. നാട്ടിലേക്ക് മടങ്ങണമെന്നാവശ്യപ്പെട്ട് വിസ കാലാവധി തീർന്നവരും തൊഴിൽ നഷ്ടപ്പെട്ടവരും ഉൾപ്പെടെ 100 കണക്കിന് ആളുകളാണ് നിത്യവും ഇന്ത്യൻ എംബസിയെയും കോൺസുലേറ്റിനെയും സമീപിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ യുഎഇയുടെ നിർദ്ദേശങ്ങൾ പാലിച്ച് ഇവിടെ തന്നെ തുടരാനാണ് അംബാസിഡർ പവൻ കപൂറിന്റെ നിർദ്ദേശം ലഭ്യമായിരിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.